എല്ലാ കാലത്തും വാടക വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? അതിന് ഈ ചർച്ച പോരമേ. വേണുവിട്ടിനെ കൂടെ ഇരുത്തി നമുക്ക് സംസാരിക്കണം. അത് മതി. ഇതെന്താ രണ്ടുപേരും മുള്ളയിൽ നിൽക്കുന്ന പോലെ? മുള്ളയിലല്ല, കുപ്പിച്ചില്ല നിൽക്കും പോലെ അല്ലേ? കുപ്പിച്ചില്ലിലോ കുന്തത്തിലോ നിക്കട്ടെ, പക്ഷേ ഇന്ന് പോകാൻ പറ്റില്ല. നാളെ പോയാ മതി. അമ്മമ്മേ, എനിക്ക് ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്, പോയേ പറ്റൂ. എന്തത്യാവശ്യം? രാജു, നീയിപ്പൊ നുണ പറഞ്ഞു തുടങ്ങിയല്ലേ? അയ്യോ, ഇവൻ പണ്ട് മുതലേ ഇങ്ങനെ അച്ഛനും അമ്മയും കാണാതെ ഉറക്കം വരില്ല. അമ്മക്കുഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചിലപ്പോഴൊക്കെ നാണം കുടുങ്ങി നിൽക്കുന്നേ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാർ, ഞാൻ ഓഫീസിൽ നിന്ന് ജോർജ് ജോസഫാ സംസാരിക്കുന്നത്. മനസ്സിലായി, പറയൂ ജോർജ്. സർ, നമ്മൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്ത ലാപ്ടോപ്പുകൾ ഭൂരിഭാഗവും കംപ്ലൈന്റാ. കംപ്ലൈന്റോ? അതെ സർ. എന്താ സർ ഒരു ടെൻഷൻ? ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ ഫയലുകളെല്ലാം കൈകാര്യം ചെയ്തത് രാജുവാണ്. പക്ഷെ രാജു ഇന്ന് രാജുവിന്റെ പിറന്നാളാണ്. ഈ ദിവസം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവൻ അറിയിക്കണ്ട. സർ, സാറെന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല രാജു. അച്ഛനാണല്ലോ. ആ, ഹലോ അച്ഛാ. മോനെ, ഒരു സന്തോഷ കാര്യം പറയാനാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. സന്തോഷകാര്യോ? എന്താ അച്ഛാ? എടാ, ഞങ്ങളെല്ലാവരും ഇപ്പൊ ഹരീഷിന്റെ വീട്ടിലുണ്ട്. നമ്മുടെ ശ്രീമോക്ക് വിശേഷം ഉണ്ടെന്നേ. എടാ, അവളൊരു അമ്മയാകാൻ പോകുന്നെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് ചെയ്യണം? നീ എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഞാൻ എന്തു പറയാനാ? അവള് ഗർഭിണിയായാലും ഇനി കുഞ്ഞിനെ പ്രസവിച്ചാലും എനിക്കൊന്നുമില്ല. അവള് പ്രസവിച്ചോട്ടെ, പക്ഷെ എന്റെ മകന്റെ കുഞ്ഞിനെ അങ്ങനെ പ്രസവിക്കണ്ട. എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്റെ മകനെ തട്ടിയെടുക്കാൻ അങ്ങനെ നോക്കണ്ട. അങ്ങനെ എന്നെ എന്റെ മകളെയും തോൽപ്പിക്കാൻ ആരും നോക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അമ്മ ഒരു അമ്മൂമ്മയാവാൻ പോവാ. അമ്മേ, ശ്രീലക്ഷ്മി പ്രഗ്നന്റ് ആണ്. എന്ത് പറ്റിയടാ? നീ എവിടേക്കാ ഓടിപ്പടച്ച് പോയത്? അയ്യോ, അപ്പൊ കുഞ്ഞമ്മാവനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എനിക്ക് ഒരു ലോട്ടറി അടിച്ചു, 25 കോടി. ഞാനതിന്റെ ക്യാഷ് കളക്ട് ചെയ്യാൻ പോയതാ. അത് ശരി. അപ്പൊ ലോട്ടറി ഒക്കെ ഭാഗ്യമില്ലാത്തവർക്കും അടിക്കാൻ തുടങ്ങി അല്ലേ? അതെ. കുഞ്ഞമ്മാവന് ഒരെണ്ണെടുത്ത് വെച്ചോ, അടിച്ചാ പോക്കറ്റ് മണിക്കുള്ളതാവുമല്ലോ. അത് ശരി. ഒന്ന് നിന്നേ. ഞാനൊന്ന് കാറി വരുമ്പോ ഒരു കാഴ്ച കണ്ടു. നിന്റെ ഭാര്യ നിന്റെ കൊച്ചിനെയും ഒക്കത്തെടുത്ത് പൊരി വെയിലത്ത് തെരുവിലൂടെ നടക്കുന്നു. കുഞ്ഞിന് വല്ല പാലോ വെള്ളമോ വാങ്ങിക്കൊടുക്കാനായിരിക്കും. പിച്ചക്കാര് പിള്ളേരെ കൊണ്ട് നടക്കും പോലെ, തെണ്ടാൻ നടക്കുന്നത് പോലെ നടക്കുന്നേ. സാധാരണ ഇത്തരം കാഴ്ച കണ്ട എന്റെ മനസ്സലി ഞാൻ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ കുഞ്ഞായതുകൊണ്ട് എനിക്കൊന്നും കൊടുക്കാൻ തോന്നിയില്ല. പിന്നെ ആ ലോട്ടറി അടിച്ചിരുന്നേ എന്തെങ്കിലും എടുത്ത് കൊടുക്ക്.
നിന്റെ കുഞ്ഞല്ലേടാ. അവനോട് പോവാൻ പറയടാ. ഹ, അവനെ പുറത്താക്കാനുള്ളൊരു കെണിയെ ഞാൻ ഒരുക്കുന്നുണ്ട്. ആ അത് പോട്ടെ, നീ കാര്യം പറ. എന്താ പ്രതാപന് പറ്റി? അമ്മേ, എനിക്ക് സെക്രട്ടേറിയറ്റിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരാളിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു. ആ ഒന്ന് വേഗം പറയടാ. അമ്മേ, അമ്മയുടെ ആങ്ങളെ കൊടുങ്ങാൻ പോവാ. കൊടുങ്ങാനല്ലടാ ഞാൻ പ്രാർത്ഥിക്കുന്നേ, നീ വേഗം ഒന്ന് പറ. 8ാം സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള സ്റ്റുഡൻസിന് ഫ്രീ ആയി ലാപ്ടോപ്പ് വിതരണം ചെയ്ത ഒരു പദ്ധതി മിസ്റ്റർ പ്രതാപ് വർമ്മ കൊണ്ടുവന്നു. കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങുന്നതിന്റെ എല്ലാം ഡീലുകൾ ഏറ്റെടുത്തത് ആ രാജു ആയിരുന്നു. വിതരണം ചെയ്ത ലാപ്ടോപ്പുകൾക്കെല്ലാം സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, പിന്നെ ചിലത് പൊട്ടിത്തെറിച്ചു. പണി പള്ളിക്കൂടത്തിൽ കിട്ടിയല്ലേടാ? ആ മീഡിയ പടം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇയാളെ എടുത്തിട്ട് അങ്ങ് 6 അടിക്കും. അവൻ രാജിവെക്കേണ്ടി വരുമോ? രാജിയിലൊന്നും തീരില്ല, അഴിമതിയാ. ഇയാൾ അകത്തു പോവും. എന്റെ ആറ്റുകാലമ്മേ, അടുത്ത കൊല്ലം ഞാൻ പൊരി വെയിലത്തിരുന്ന് പൊങ്കാല ഇട്ടോളാമേ. ഓ. എടാ, അപ്പൊ ആ രാജുവിന്റെ കാര്യോ? അവനെ ആദ്യം വല്യമ്മാവന്റെ പാർട്ടിക്കാരെടുത്തിട്ട് അടിക്കും. അത് കഴിഞ്ഞ് പോലീസ് കൊണ്ടുപോയിക്കോളും. ആ. അപ്പൊ അമ്മാവനും മരുമോനും ഒരുമിച്ച് സെൻട്രൽ ജയിലിൽ കഴിയല്ലേ? അതുറപ്പല്ലേ. അയാള് ജയിലിൽ നിന്ന് വന്നാൽ ഈ രാജുവിനടിച്ച് പുറത്താക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദേ, അതാണ് വേണ്ടത്. എനിക്കിതങ്ങോട്ട് ഇഷ്ടായി. അല്ലമ്മേ, അവര് ജയിലിലേക്ക് എത്തും വരെ നമ്മൾ എന്താ ചെയ്യണ്ടേ?